പ്രമുഖ മോഡൽ അൽക്ക ബോണി കൊക്കൈനുമായി പിടിയിലായ വാർത്ത കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിച്ചത്. പോലീസ് പുറത്തുവിട്ട ഈ വാർത്തയുടെ വസ്തുതകൾ തേടി ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ മോഡൽ തന്നെയായ അൽക്ക ബോണിയിലേക്ക് ഞങ്ങളെത്തിയത്. അൽക്ക ബോണിയുടെ വെളിപ്പെടുത്തലാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിടുന്നത്. കൊച്ചിയിലെ ലഹരി കേസിനെ കുറിച്ച് തുറന്നു പറയുകയാണ് അൽക്ക ബോണി. ഫ്ളാറ്റിൽ തന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പോലീസിന്റെ പരിശോധന നടന്നത്. കൊക്കൈൻ എത്തിച്ചത് സുഹൃത്തായ യുവാവാണെന്നാണ് അൽക്ക ബോണി ന്യൂസ് 18നോട് പറയുന്നത്. മെയ് 17-ന് എളമക്കര പോലീസ് പിടികൂടിയത് അൽക്ക ബോണി ഉൾപ്പെടെ 6 പേരെയാണ്. ലഹരി കൊണ്ടുവന്ന യുവാവിനെ കുറിച്ച് വിവരം നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന ഗുരുതരമായ ആരോപണവും അൽക്ക ബോണി ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അൽക്ക ബോണിയുടെ വാക്കുകൾ കേൾക്കാം. എന്താണ് അന്നത്തെ കൊച്ചി നഗരത്തിലെ ആ ലഹരി കേസിൽ സംഭവിച്ചത്? അൽക്ക ബോണി തന്നെ ഇപ്പോൾ ന്യൂസ് 18നൊപ്പം ചേരുന്നുണ്ട്. അൽക്ക ബോണിക്ക് ഈ ലഹരി ഇടപാടുണ്ടോ? അന്ന് നിങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നും ലഹരി പിടിച്ചിരുന്നു. യൂസ് ചെയ്യാറ് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ പാർട്ടി വൈബ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പൊ ബർത്ത്ഡേക്ക് വേണ്ടി മെയ് 18-നാണ് ബർത്ത്ഡേ. അപ്പൊ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് ആരെങ്കിലും ചിലപ്പോൾ സർപ്രൈസ് വരാൻ വേണ്ടിയോ എന്തെങ്കിലും വെച്ചതായിരിക്കും. റൂമിനകത്തുള്ള കാര്യം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ആ സമയത്ത് വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ബിക്കോസ് മെയ് 18 ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഓഫനേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു പ്ലാനിങ് നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. കൊക്കൈനാണ് പിടിച്ചെടുത്തത്. അതെ. അത് ആരുടെ ബാഗിൽ നിന്ന് പിടിച്ചത്? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബാഗിൽ നിന്ന് പിടിച്ചത്. അതെന്തിനാ അവിടെ കൊക്കൈൻ എത്തിച്ചത്? നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്? ആക്ച്വലി അതിനകത്ത് ആകെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എങ്ങാണ്ട് അവർ പിടിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും യൂസ് ചെയ്യാൻ വെച്ചതായിരിക്കുള്ളൂ. ആർക്ക്? ഈ സുഹൃത്തിനോട് പറഞ്ഞിട്ടില്ല ഈ സാധനം എൻ്റെ കയ്യിലുള്ള അവൻ്റെ കയ്യിലുള്ള കാര്യം. അവൻ എനിക്ക് തോന്നുന്നത് മേ ബി റൈറ്റ് 12 മണിക്ക് വേണ്ടി വെച്ചതായിരിക്കും. നിങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല? ഒരിക്കലും അല്ല. അല്ല, ഇത് പോലീസ് നിങ്ങൾക്ക് 6 പേർക്കെതിരെ കേസ് ചുമത്തി റിമാൻഡിലായി. പിന്നീട് 20 ദിവസത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇത് കോടതിയിൽ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നോ? അങ്ങനെയാണ് ജാമ്യം കിട്ടിയത്. പക്ഷേ പോലീസ് പറഞ്ഞത് അൽക്ക ബോണിയാണ് ഈ ലഹരി ഇടപാടിലെ പ്രധാനി എന്ന് പറഞ്ഞു. ലഹരി വിൽപ്പനയുണ്ടോ? ഇല്ല. ലഹരി ഉപയോഗിക്കാറുണ്ടോ? വല്ലപ്പോഴും ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ടോ? ഇപ്പോഴും? എന്നും ഈ കേസിന് ശേഷം? അല്ല, കേസിന് മുന്നേ കുറച്ചാൾ നിർത്തിയായിരുന്നു. 1 വീക്ക് 2 വീക്ക് ഒക്കെ. ബട്ട് അപ്പോഴേക്കും അതിനകത്തിട്ടു. ഇനിയിപ്പോ അങ്ങനെ പറയാലോ. കൂടെ പിടിച്ച എല്ലാവരുടെയും കാര്യം ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും ഞങ്ങൾ 6 പേരും യൂസ് ചെയ്യും. ബട്ട് ഇതുവരെ സെയിലിന്റെ കാര്യം ചെയ്തിട്ടില്ല. ഈ അഭിമുഖത്തിലാണ് ഈ അൽക്ക ബോണി ഇത്തരം വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇനിയാണ് അൽക്ക ബോണിയുടെ വാക്കുകൾ ഞെട്ടിക്കുന്നത്. കൊച്ചിയിൽ പരസ്യ ലഹരി വിൽപ്പന നടക്കുന്നു എന്നതാണ് അൽക്ക ബോണി വെളിപ്പെടുത്തുന്നത്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവും കലൂർ സ്റ്റേഡിയവും ലഹരി ഇടപാടിന്റെ പ്രധാന കേന്ദ്രങ്ങളെന്നാണ് ഇവർ നടത്തിയ വെളിപ്പെടുത്തൽ. കൊച്ചിയിൽ പരസ്യമായിട്ടാണ് ലഹരി വിൽപ്പന നടക്കുന്നതെന്നും അൽക്ക ബോണി പറയുന്നു. താൻ 3 വർഷമായി ലഹരി ഉപയോഗിച്ചിരുന്നു. ഒപ്പം ഈ കേസുമായി വന്നതിന് ശേഷം താൻ ലഹരി ഉപയോഗം നിർത്തിയെന്നും അൽക്ക ബോണി ന്യൂസ് 18 പറയുന്നു. മോഡലിംഗിന്റെ മറവിലൊക്കെ ഈ ലഹരി ഇടപാടുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളതാണോ? ഇല്ല. എത്ര വർഷമായിട്ട് അൽക്ക ബോണി? ചില മോഡൽസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ബട്ട് ആരും സെയിൽ ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല. ബിക്കോസ് ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിക്കോ. ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഇതുവരെ ഒരു ഓഫർ പോലും മോഡലിന്റെ വന്നിട്ടില്ല. എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡ്രഗ്? ഞാൻ കഴിഞ്ഞ ഒരു 3 years ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ മോഡലിംഗ് ഇറങ്ങിയിട്ട് 6 വർഷമായി. 3 വർഷമായിട്ട് ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ? സാധാരണ അത് അതിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഭയങ്കര ആക്റ്റീവ് അതൊക്കെ ആയിരിക്കും. ബട്ട് അത് കഴിഞ്ഞ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് എന്തായാലും ഓരോ ഓർമ്മ ഉണ്ടാവില്ല. മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ എന്താ പറയാ, നമുക്ക് നോ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബോഡിയാണ്, അവർ നമ്മളെ ടച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് തീരുമാനിക്കേണ്ടത്. അല്ല ആരും വന്ന് പിടിച്ചു പറിക്കും അങ്ങനത്തെ സ്കീമൊന്നും മോഡലിംഗിലില്ല. അഫ്കോഴ്സ് ഇപ്പൊ അങ്ങനെ ആരെങ്കിലും വന്ന് അവരോട് പെമ്പിളോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കും അതിന് ഓപ്ഷൻ ഉണ്ട് നോ പറയാനായിട്ടുള്ള. കൊച്ചിയിൽ മോഡലിംഗ് മോശം ഞാൻ പറയില്ല. പക്ഷെ കൊച്ചിയിൽ ഡ്രഗ്സ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ബാംഗ്ലൂരേക്കാളും? അതെ. അതെന്താ കാര്യം? സത്യം ഞാൻ പറയുക. ബിക്കോസ് കൊച്ചിയിൽ എല്ലാവരും ഇപ്പൊ ഞാൻ പറയാം, മെറാൻ ട്രാവലിൽ പോയിക്കോ, ചുമ്മാ പോയിട്ട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരിലുണ്ടാവും.
കൊച്ചിയിൽ വ്യാപകമാണ് ലഹരി. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഡ്രഗ് കിട്ടുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ വാങ്ങിക്കുന്നത്. നിങ്ങൾ ആരുടെ അങ്ങനെയൊക്കെ ലൈക്ക് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല യൂസ് ചെയ്തതാണെന്നൊക്കെ. ചിലപ്പോൾ ചോദിക്കണം എന്താ. അങ്ങനെ സ്ഥിരം തരുന്ന ഒരു റാക്കറ്റ് ഉണ്ടോ? സ്ഥിരമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് എടുക്കില്ല. നിങ്ങൾ വാങ്ങില്ല? അതുകൊണ്ട് പോലീസ് ലോട്ട്സ് ഓഫ് പീപ്പിൾ. നമുക്ക് ഞാൻ ഡെയിലി വേണമെന്നില്ലല്ലോ. വല്ലപ്പോഴും വരുമ്പോൾ നോക്കുക, ശരി നോക്കട്ടെ. എവിടെയൊക്കെയാ കൊച്ചിയിൽ എവിടെയൊക്കെയാ ഈ ഡ്രഗിന്റെ ഇടപാടുകളുള്ളത്? മറൈൻ ഡ്രൈവിലുണ്ട്. പിന്നെ എവിടെയൊക്കെയാ ഉള്ളത്? അങ്ങനത്തെ പബ്ലിക് പ്ലേസസിൽ മിക്കയിടത്തുണ്ട്. പരസ്യമായിട്ട് നിൽക്കുന്നുണ്ട്. അതെ, അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന ന്യൂസ് പറയുന്നതൊക്കെ കേട്ടുപോയി ചിരി വരുന്നത് അങ്ങനൊന്നും അല്ല. ലോഡ്ജിലോ അവിടെയൊന്നും അല്ല, ഒരിക്കലും അല്ല. യെസ്, പരസ്യമായി പൊതുവിപണിയിൽ കിട്ടാനുണ്ട്. പോക്കറ്റ് നിറയെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ഒരുപാട് സ്റ്റേഡിയം പോലത്തെ ചോദിച്ചു കൊടുക്കുമോ? 0.5 വേണം വേണം വേണം. കൊച്ചി നെഹ്റു സ്റ്റേഡിയം. യെസ്, കലൂർ സ്റ്റേഡിയം. എന്ത് MDMA വേണോ? അവിടെ പോലീസും പരിശോധന ഒന്നുമില്ല. പോലീസും പരിശോധന ഇല്ലെന്നല്ല, they are very vigilant, they are very cunning, the boys. അവരിങ്ങനെ നോക്കും, പോലീസ് എല്ലാ സമയം നോക്കി നൈസായിട്ട് വേടോ 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 പോകും. പ്രധാനമായിട്ട് ഈ സിന്തറ്റിക് ഡ്രഗ് ആണ് കൂടുതലും മെയിൻലി പോകുന്നത്. നിങ്ങളുടെ ഈ സുഹൃത്തുണ്ടല്ലോ, അന്ന് പിടിയിലായി അൽക്കാബോണിയെ പിടിച്ച ഫ്ലാറ്റിൽ കൊണ്ടുവച്ച ഡ്രഗ് കൊക്കൈൻ കൊണ്ടുവച്ച സുഹൃത്ത്, പുള്ളിക്ക് ഈ വിൽപ്പന ഉണ്ടോ അറിയാവോ? ഇല്ല, പുള്ളി ഉപയോഗിക്കാൻ കൊണ്ടുവന്നാണ്. പക്ഷെ എവിടെ നിന്നായിരിക്കും കിട്ടിയത്? എനിക്കറിയില്ല. ഈ അൽക്കാബോണിക്ക് നിങ്ങളുടെ പെൺ സുഹൃത്തുക്കളുണ്ടോ? അതോ എന്താ അവരുപയോഗിക്കും? ഉപയോഗിക്കുന്നവരുണ്ട്, എല്ലാവരുണ്ട്, രണ്ടുമുണ്ട്. യെസ്, ഇതാണ് അൽക്കാബോണിയുടെ വാക്കുകൾ. കൊച്ചിയിൽ എങ്ങനെയാണ് ലഹരി വരുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനം, ബംഗളൂരുവിനേക്കാൾ ഏറ്റവും സുലഭമായി ലഹരി കിട്ടുന്ന ഇടമാണ് കൊച്ചി എന്നതാണ് അൽക്കാബോണി തുറന്നു പറയുന്നത്. മോഡലിംഗ് രംഗത്ത് ലഹരി ഇടപാടുകൾ നേരത്തെ ന്യൂസ് 18 പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. ടോം കുര്യാക്കോസ് തന്നെ ഇക്കാര്യം തുറന്നു കാട്ടിയതുമാണ്. പക്ഷേ അത് അൽക്കാബോണി നിഷേധിക്കുകയാണ്. എന്തായാലും ഇതിൽ അന്വേഷണ സംഘം തന്നെ സ്ഥിരീകരണം നടത്തട്ടെ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പൊതുവിടങ്ങളിൽ പോലും സുലഭമാണ് ലഹരി എന്നതാണ്. ടോം നമുക്കൊപ്പമുണ്ട്. ടോം, അൽക്കാബോണി തുറന്നു പറയുകയാണ്, ചില കാര്യങ്ങൾ അവർ താൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം സമ്മതിക്കുന്നുണ്ട്, ഒപ്പം ഇത് കിട്ടുന്ന വഴികളൊക്കെ പറയുകയാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത്, നമുക്ക് മോഡലിങ്ങും അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾക്കും വരാം, അതിനു മുമ്പായി കൊച്ചിയിൽ സുലഭമായി പൊതുവിടങ്ങളിൽ ലഹരി കിട്ടുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അവരുടെ ഒന്നും ശ്രദ്ധയിലേക്ക് ഇത് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ കൊച്ചിയിൽ സംഭവിക്കുന്നത്? ടോം, എന്താണ് ഇവർ പറയുന്നത്? സജിത്ത്, മെയ് 17-ാം തീയതിയാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും എളമക്കര പോലീസ് മോഡൽ അൽക്കാബോണി ഉൾപ്പെടെ 6 യുവാക്കളെ ഈ ലഹരിയുമായി കൊക്കൈനുമായി പിടികൂടുന്നത്. അതായത് മെയ് 18-ാം തീയതി അൽക്കാബോണിയുടെ പിറന്നാൾ ആഘോഷമാണ്. അന്ന് രാത്രിയിൽ പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനിടെയാണ് പോലീസ് മഫ്തിയിൽ പോലീസ് സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. അൽക്കാബോണി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് 20 ദിവസത്തിലധികം അൽക്കാബോണിയും സംഘങ്ങളും ജയിലിലായിരുന്നു. ഈ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് അൽക്കാബോണി ആദ്യമായി ന്യൂസ് 18നോട് സംസാരിക്കുന്നത്. അതായത് ഒരു മോഡൽ ഇത്രയും പരസ്യമായി വന്ന് തുറന്നു പറയുന്നു. മോഡലിംഗ് രംഗത്തെ പല കാര്യങ്ങളും, പല വഴിവിട്ട ഇടപാടുകൾ, അതോടൊപ്പം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം തുറന്നു പറയുകയാണ് ലഹരി കേസിൽ പിടിയിലായ പ്രമുഖ മോഡൽ അൽക്കാബോണി. അവർ പറഞ്ഞതിൽ സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നടുക്കമുണ്ടാക്കുന്ന കാര്യം, കൊച്ചിയിൽ സുലഭമാണ് ലഹരി. അതായത് ബംഗളൂരുവിലും മുംബൈയിലും കൊച്ചിയിലും ഉൾപ്പെടുന്ന മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അൽക്കാബോണി. ആ അൽക്കാബോണിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മുംബൈയിനേക്കാളും ബംഗളൂരുവിനേക്കാളും ഏറ്റവും കൂടുതൽ ലഹരി വ്യാപകമായി എവിടെയും ലഭ്യമാകുന്ന ഒരു ഇടമാണ് കൊച്ചി നഗരം എന്നത്. മറൈൻ ഡ്രൈവിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയും ലഹരി സംഘങ്ങളുണ്ട്, ലഹരി വിൽപ്പന സംഘങ്ങളുണ്ട്. അവർ പരസ്യമായി തന്നെ വിൽപ്പന നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേണോ, ലഹരി വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്തുന്നുണ്ട്. ബംഗളൂരുവിലും മുംബൈയിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റൊരു സ്വഭാവമാണ്. ചില മേഖലകളിൽ മാത്രമേ ഈ ലഹരി വിൽപ്പനയുള്ളൂ. മാത്രമല്ല അത്രയ്ക്കും പരിചയമുള്ളവർക്ക് മാത്രമേ ലഹരി കൊടുക്കുകയുള്ളൂ. പക്ഷെ കൊച്ചിയിൽ ആര് പോയി ലഹരി ചോദിച്ചാലും അവിടെ പരസ്യമായി തന്നെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇവരുടെ ആരോട് ഈ ലഹരി ചോദിച്ചു കഴിഞ്ഞാലും ലഭ്യമാണ്. അത് പ്രത്യേകിച്ചും
മറൈൻ ഡ്രൈവിലും കലൂരും, അത് ഈ കലൂരും മറൈൻ ഡ്രൈവിൽ ഏറ്റവും കൂടുതൽ രാത്രി സമയങ്ങളിൽ യുവാക്കൾ ചെലവിടുന്ന സ്ഥലമാണ്, സമയം ചെലവഴിക്കുന്ന സ്ഥലമാണ്, നിരവധി കമിതാക്കളടക്കം അവിടെ എത്തുന്ന സ്ഥലമാണ്. പക്ഷേ പോലീസിന്റെ രാത്രികാല പരിശോധന ഇല്ല എന്ന് നേരത്തെ ന്യൂസ് 18 തന്നെ അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടതാണ്. പല സമയങ്ങളിൽ രാത്രി 10 മണി കഴിഞ്ഞാൽ പോലീസ് ഈ 2 സ്ഥലങ്ങളിലേക്കും എത്താറില്ല. കഴിഞ്ഞ ദിവസം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിന് തൊട്ട് സമീപത്ത് നിന്നും എക്സൈസും പോലീസും നിരവധി ചെറുപ്പക്കാരെ ലഹരിയുമായി പിടികൂടുന്നത്. പക്ഷെ പതിവായി പരിശോധനയില്ല. രഹസ്യ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ പോലീസ് ഈ രീതിയിൽ ലഹരി സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയുള്ളൂ എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. പോലീസ് ഒരു പേരിന് മാത്രം ലഹരി പരിശോധന നടത്തുന്നു, ചിലരെ മാത്രം പിടികൂടുന്നു. മറ്റ് പല ഇടപാടുകളും, ലഹരി ഇടപാടുകളും പോലീസിന്റെ ഒത്താശയോടെ, എക്സൈസിന്റെ ഒത്താശയോട് കൂടി നടക്കുന്നു എന്ന കാര്യം ഒരുപക്ഷെ പറയേണ്ടി വരും. അതല്ലെങ്കിൽ സജിത്ത്, ഇതുപോലുള്ള പരസ്യമായിട്ടുള്ള ലഹരി വിൽപ്പന കൊച്ചി പോലുള്ള ഒരു മെട്രോ നഗരത്തിൽ എങ്ങനെ നടക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് പോലീസും എക്സൈസും തന്നെയാണ്. ഈ അൽക്കാബോണിയുടെ വെളിപ്പെടുത്തലിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ മോഡലിംഗ് രംഗത്തെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നത്, പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന ആളുകളും ഈ മോഡലിംഗ് രംഗത്തുണ്ട്. അത് തന്റെ ചില സുഹൃത്തുക്കളുണ്ട്. പക്ഷേ അൽക്കാബോണി പറയുന്നു താൻ കഴിഞ്ഞ 3 വർഷമായി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. +2 പഠിക്കുന്ന സമയത്താണ് ഈ മോഡലിംഗ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ അൽക്കാബോണിക്ക് 23 വയസ്സ്. അങ്ങനെ കഴിഞ്ഞ 6 വർഷമായി മോഡലിംഗ് രംഗത്തുള്ള വ്യക്തി കഴിഞ്ഞ 3 വർഷത്തോളമായി ലഹരി ഉപയോഗിക്കുന്നു. ഇപ്പോൾ താൻ ഈ ജയിലിൽ പോയത് മെയ് 17-ാം തീയതിയാണ്. കൊച്ചി പോലീസ്, അളമക്കര പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഈ കൊക്കൈനുമായി അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് 20 ദിവസത്തോളം ജയിലിലായിരുന്നു. പുറത്തിറങ്ങിയ ശേഷം താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല, ഇനി ലഹരി ഉപയോഗിക്കില്ല. ഈ ലഹരിയുടെ അപകടത്തെക്കുറിച്ച്, ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അടക്കം അൽക്കാബോണി തുറന്നു പറയുന്നുണ്ട്. താൻ അതിന്റെ ഒരു ഇര കൂടിയാണ്, അതിന്റെ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്നുണ്ട് എന്ന കാര്യം പുതിയ ചെറുപ്പക്കാർ അത് മനസ്സിലാക്കണം. ഇന്നത്തെ ഈ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങൾക്ക് അത്ര ഉപദേശം കൂടി കഴിഞ്ഞ 3 വർഷമായി ലഹരി ഉപയോഗിക്കുന്ന അൽക്കാബോണി നൽകുന്നുമുണ്ട്. സജിത്ത്, ടോം, വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മോഡലിംഗ് രംഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലഹരി വിൽപ്പന, ലഹരി ഉപയോഗം, ഈ 2 കാര്യങ്ങളും കൊച്ചിയിൽ സജീവമാണ് എന്ന കാര്യം കൂടി നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ടല്ലോ. പക്ഷേ ഈ അൽക്കാബോണി അത് നിഷേധിക്കുകയാണ്, അങ്ങനെയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. നമുക്ക് ഈ അൽക്കാബോണി പറയുന്നതിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നു. പക്ഷേ അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ നേരെ തിരിച്ചല്ലേ ടോം? പ്രത്യേകിച്ച് മോഡലിംഗ് രംഗം ഇതിന്റെ ഒരു പ്രധാന ഇടപാട് കേന്ദ്രമാണ് എന്നത് തന്നെയല്ലേ അന്വേഷണ ഏജൻസികൾ, പോലീസ് സംവിധാനങ്ങൾ നൽകുന്ന വിവരം? ടോം, എന്താണ് ഇതിന്റെ വിശദാംശം? സജിത്ത്, അൽക്കാബോണി പറയുന്നത് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഒരു പക്ഷേ വിശ്വസിക്കേണ്ടി വരും. കാരണം പരസ്യമായി ഇതുപോലെ ഞാൻ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്ന് പരസ്യമായി പറയുന്ന ഒരു പെൺകുട്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പക്ഷെ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കാം. എങ്കിൽ പോലും അവർ പറയുന്നതിനെ നമ്മുടെ മുന്നിലെത്തി ഇത്രയും വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഒരു പരിധിവരെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അൽക്കാബോണി പറഞ്ഞ ചില കാര്യമുണ്ട്. ഈ മെയ് 17-ാം തീയതി തന്റെ മുറിയിൽ നിന്നും, ഫ്ളാറ്റിൽ നിന്നും ലഹരി പിടിക്കുമ്പോൾ, കൊക്കൈൻ പിടിക്കുമ്പോൾ അത് ചെറിയ അളവിലുള്ള ലഹരി മാത്രമായിരുന്നു. പക്ഷേ അത് തങ്ങൾ ഉപയോഗിക്കാൻ കൊണ്ടുവന്നതാണ്, വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല. വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ പറയുന്നത്. ഞങ്ങൾ ഉപയോഗിക്കുന്നവരാണ്, ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ പാടില്ലേ എന്ന രീതിയിൽ ഇതിന്റെ ഗൗരവം പോലും മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇന്നത്തെ ചെറുപ്പക്കാർ. ഇതിന്റെ ഈ ഗൗരവം, ഈ കൊക്കൈൻ ഉൾപ്പെടെയുള്ള MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നിന്റെ അപകടത്തെക്കുറിച്ചും ഇതിന്റെ ഗൗരവത്തെക്കുറിച്ചും അവർ മനസ്സിലാക്കുന്നില്ലെന്ന് തന്നെയാണ് അൽക്കാബോണിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. മാത്രമല്ല അവർ പറയുന്ന കാര്യമുണ്ട്, തങ്ങൾ 6 പേരെയാണ് അന്ന് ലഹരിയുമായി, ഈ കൊക്കൈനുമായി പോലീസ് പിടികൂടുന്നത്. പക്ഷേ ഈ ഞങ്ങൾ 6 പേരും കൊണ്ടുവന്ന് വെച്ചതല്ല. ഞങ്ങളുടെ ഒരു സുഹൃത്ത്, അന്ന് പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി മറ്റൊരു സുഹൃത്ത് രാത്രിയിൽ കൊണ്ടുവന്നതാണ്. ഒരുപക്ഷെ രാത്രിയിൽ, അൽക്കാബോണി തന്നെ പറയുന്നുണ്ട്, രാത്രിയിൽ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ കൊണ്ടുവന്നതായിരിക്കും. ചെറിയ അളവിലുള്ള ലഹരിയാണ്. ആ ലഹരി കൊണ്ടുവച്ച യുവാവ് ഇവർ പോലീസിന്റെ പിടിയിലാകുമ്പോൾ ആ ഫ്ളാറ്റിലില്ലായിരുന്നു. ആ വ്യക്തിയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. പക്ഷെ പോലീസ് അയാളെ പരിശോധിച്ചില്ല, അയാളുമായി ബന്ധപ്പെട്ട യാതൊരു അന്വേഷണവും നടത്തിയില്ല. താനൊരു മോഡലായതുകൊണ്ട് മാത്രം അതിന് വലിയ വാർത്താ മൂല്യം കിട്ടുമെന്നതുകൊണ്ട് പോലീസ് ആ രീതിയിൽ ഒരു വാർത്തകൾ സൃഷ്ടിച്ചു. പിന്നീട് പോലീസ് പറഞ്ഞു, ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന ഏജന്റുമാരിൽ പ്രധാനിയാണ്, കണ്ണിയിൽ പ്രധാനിയാണ് അൽക്കാബോണി എന്ന്. അതൊക്കെ പോലീസ് എഴുതി സൃഷ്ടിച്ച ഒരു കഥയാണ്. താൻ അത്തരത്തിൽ ലഹരി ഇടപാട് നടത്തിയിട്ടില്ല, ലഹരി വിൽപ്പന നടത്തിയിട്ടില്ല, ലഹരി ഉപയോഗിക്കാറുണ്ട്, ലഹരി വിറ്റ് തനിക്ക് ജീവിതം മുന്നോട്ട് നയിക്കേണ്ട കാര്യമില്ല എന്നാണ് അൽക്കാബോണി പറയുന്നത്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം അൽക്കാബോണിയുടെ കുടുംബത്തിന്റെ അവസ്ഥയാണ്. അൽക്കാബോണി ഒരൊറ്റ മകളാണ്, അമ്മ അധ്യാപിക, അച്ഛനൊരു റേഷൻ കട വ്യാപാരി. അത് തന്നെ അൽക്കാബോണി തുറന്നു പറയുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും അതിന്റെ വേദനയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താൻ ഈ ലഹരി കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ, താൻ ലഹരി ഉപയോഗിച്ചതിന്റെ
ലഹരിയുടെ അടിമയായപ്പോൾ പിന്നീട് തന്നെ ചികിത്സിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും ഈ ലഹരിയുടെ അടിമത്തത്തിലേക്ക് പോയി MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. അതിന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തന്നെ അലട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കൊച്ചിയില് എല്ലാ സ്ഥലങ്ങളിലും നിരവധി യുവാക്കൾ, നിരവധി ചെറുപ്പക്കാർ ഇന്ന് ലഹരിയുടെ അടിമത്തത്തിലാണ്. നിരവധി പേരെ ലഹരിയുമായി പിടികൂടുന്നുണ്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ. ഈ പെൺകുട്ടികളാണ് ലഹരി കടത്തിന്റെ പ്രധാനപ്പെട്ട ഏജന്റുമാരെന്ന്, ഇടനിലക്കാരെന്നൊക്കെ നമ്മൾ ഇതിന്റെ വാർത്തകളും കഴിഞ്ഞ ദിവസം പല ആളുകളെയും ലഹരി സംഘങ്ങളെയും പിടികൂടിയപ്പോൾ അതിൽ ഒരാൾ, അതായത് ഒരു 4-5 പേരടങ്ങുന്ന സംഘത്തെ പിടികൂടുമ്പോൾ അതിൽ ഒരാളെങ്കിലും, ഒരു പെൺകുട്ടിയെങ്കിലും കാണും, ഒരു യുവതിയെങ്കിലും കാണും. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടികളുടെയും യുവതികളുടെയും മറവിലാണ് ഇവർ ഈ ലഹരി വിൽപ്പന നടത്തുന്നതെന്നാണ്. പക്ഷെ എങ്കിൽ പോലും പോലീസ് എന്തുകൊണ്ടാണ് ഇവർക്കൊരു ചെറുവിരൽ പോലും ഇവർക്കെതിരെ അനക്കാത്തത്? ഇവർ വളരെ സുലഭമായി എല്ലാ ദിവസവും കൊച്ചിയിൽ ലഹരി പിടികൂടുന്നുണ്ട്, കൊക്കൈൻ പിടികൂടുന്നുണ്ട്, MDMA പിടികൂടുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ പരിശോധന വെറും പേരിന് മാത്രമാകുന്നു. ഒറ്റപ്പെട്ട കേസുകളിൽ മാത്രം അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ടോം, ഈ അൽക്കാബോണി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങൾ, മറൈൻ ഡ്രൈവ് ആവട്ടെ, കലൂർ സ്റ്റേഡിയത്തിന് സമീപമാവട്ടെ, ഇവിടെയൊക്കെ സുലഭമായി പൊതുവിടത്ത് കിട്ടുന്ന കാര്യം പിന്നെ എന്തിന് ഞങ്ങളുടെ ഒരു കയ്യിൽ നിന്ന് ഒരു ചെറിയ അളവിലുള്ള പിടിച്ചിട്ട് ഇത്രമാത്രം വാർത്തയാക്കുന്നു എന്ന ചോദ്യമാണ് ഇതിനെ ലഘൂകരിച്ച് അവർ പറയുന്നത്. അവിടെ ഉയരുന്ന ചോദ്യം, ഈ പൊതുവിടത്ത് എങ്ങനെയാണ് ഇത്ര സുലഭമായി ഇത് കിട്ടുന്നത്? അങ്ങനെ കിട്ടുന്നു എന്നറിയുമ്പോൾ ഇവരെ പോലെയുള്ളവർ ഇത് പരസ്യമായി തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങൾ ഇതൊക്കെ അല്പമെങ്കിലും കാര്യക്ഷമമാണെങ്കിൽ ഇതിങ്ങനെ പരസ്യം എടുത്ത് വിൽക്കാൻ കഴിയുമായിരുന്നു ടോം. അതൊരു വലിയ പരാജയം അവിടെ സംഭവിക്കുന്നില്ലേ? തീർച്ചയായും സജിത്ത്, നമുക്ക് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ കൊക്കൈൻ്റെ അളവ് മാത്രം പരിശോധിക്കാം. അതായത് ആഫ്രിക്കൻ വംശജർ ഉൾപ്പെടുന്ന, അതുപോലെ മെക്സിക്കൻ ലഹരി സംഘങ്ങൾ ഉൾപ്പെടുന്ന സംഘമായിരുന്നു കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക്, നെടുമ്പാശ്ശേരിയിലേക്ക് ലഹരി എത്തിച്ചത്. അത് കേരളത്തിൽ വലിയൊരു വിപണി ഉണ്ട് എന്ന്, ഇതിന് ഈ ലഹരിക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ട് എന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും വലിയ അളവിൽ ലഹരി എത്തിച്ചത്. അതിൽ ഈ ലഹരി കടത്തിന്റെ ഒരു രീതി പോലും നമ്മളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അതായത് ഈ വിദേശ പൗരന്മാർ ഈ ലഹരി വസ്തുക്കൾ അടങ്ങുന്ന കൊക്കൈൻ്റെ ക്യാപ്സൂളുകൾ അത് കഴിക്കുന്നു. അത് വയറ്റിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് അത് കേരളത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് 2 ആഴ്ചയോളം നീണ്ടുനിന്ന മറ്റു പരിശോധനകൾക്ക് ശേഷമാണ് ഇവരെ ഈ ലഹരി വസ്തുക്കൾ, ഈ ടാബ്ലറ്റുകൾ പുറത്തിറക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ കോടികൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളായിരുന്നു ഇവർ കേരളത്തിലേക്ക് എത്തിച്ചത്. വലിയൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നു. അതായത് ഇവിടുത്തെ സ്കൂളുകൾ, ഇവിടുത്തെ കോളേജുകൾ ലക്ഷ്യമിട്ടാണ് ഇവിടുത്തെ ലഹരി സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വലിയ രീതിയിൽ യുവാക്കൾ ഇതിന്റെ പിടിയിൽപ്പെടുന്നുണ്ട്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ അളവിലുള്ള ലഹരി പിടിക്കപ്പെടില്ല, അവർക്ക് ജാമ്യം ലഭിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഇതിവിടെ വളരെ സുലഭമായി ഇത്തരം ഇടപാടുകൾ നടക്കുന്നത്. പക്ഷെ വലിയ അളവിലുള്ള ലഹരികൾ കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും ഇതിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത ബന്ധമുണ്ട്. ഗുണ്ടാ തലത്തിലുള്ളവർ പോലും എസ്കോർട്ട് പോകുന്നു എന്നതിന്റെ വെളിപ്പെടുത്തലുകൾ നേരത്തെ നമ്മൾ ന്യൂസ് 18 തന്നെ ഈ ന്യൂസ് 18 ഗുണ്ടാ നേതാവ് ഔറംഗസേബ് ചില വെളിപ്പെടുത്തൽ നടത്തിയതാണ്. ഇതുപോലെ ലഹരി സംഘങ്ങളെ എതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പോലീസ് കഴിയുന്നില്ല. പലയിടങ്ങളിലും, അതായത് മറൈൻ ഡ്രൈവിൽ രാത്രി സമയങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ പോലീസിന്റെ പരിശോധനയില്ല. പല വഴിവിട്ട പ്രവർത്തനങ്ങളും ഇടപാടുകളും മറൈൻ ഡ്രൈവിലും കലൂർ സ്റ്റേഡിയത്തിന്റെ പരിസരത്തും നടക്കുന്നുണ്ട്. കലൂർ സ്റ്റേഡിയത്തിന്റെ പരിസരത്തും തന്നെയാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് ഒരു യുവതി അടങ്ങുന്ന സംഘത്തെ ലഹരിയുമായി MDMA പിടികൂടുന്നത്. നേരത്തെ സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുമ്പോൾ പരമാവധി MDMA, LSD സ്റ്റാമ്പ് അടക്കമായിരുന്നുവെങ്കിൽ ഇന്ന് കൊക്കൈൻ, അതായത് മാരക ലഹരി മരുന്നായിട്ടുള്ള കൊക്കൈൻ പോലും ഇവിടെ പലയിടങ്ങളിലും ലഭിക്കുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ് ഈ അൽക്കാബോണിയും തുറന്നു പറയുന്നത്. സജിത്ത്, ടോം, ഈ ബംഗളൂരു പോലെയുള്ള പ്രധാനപ്പെട്ട IT നഗരം, അവിടമൊക്കെയാണ് ഈ ലഹരി മരുന്നുകളുടെ കേന്ദ്രം, ലഹരി ഇടപാടുകളുടെ കേന്ദ്രം. അവിടെ നിന്നാണ് കൊച്ചിയിലേക്ക് വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പൊതുവിൽ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ കേരളത്തിൽ കൊച്ചി എന്ന ഒരു സിറ്റി തന്നെ ഇതിൻ്റെ ഹബ്ബായി മാറുന്നു എന്ന് പറയുമ്പോൾ ഇത് വരുന്ന വഴി എങ്ങനെയാണ്, കേരളത്തിലേക്ക് ഇത് വരുന്ന വഴി, ഒപ്പം കേരളത്തിൽ ഇത് നടക്കുന്ന വിതരണ പ്രവർത്തനങ്ങൾ, ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളിലേക്കൊക്കെ നമ്മുടെ സംവിധാനങ്ങൾ പോയിട്ടുണ്ടോ? കാരണം ഇത്തരം പൊതുവിടങ്ങളിൽ ഇത് കൊച്ചിയിലെ ചിത്രമാണെങ്കിൽ കേരളത്തിൻ്റെ മറ്റ് നഗരങ്ങളുടെ അവസ്ഥ എന്താണ്? അക്കാര്യങ്ങളിലൊക്കെ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ കടന്നുപോയിട്ടുണ്ടോ? സജിത്ത്, ഈ അൽക്കാബോണി പറയുന്നതനുസരിച്ച് ഈ ലഹരി കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ, അതായത് രാജ്യത്ത് തന്നെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി
കിട്ടുന്ന, സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥലം കൊച്ചി നഗരമാണ്. പക്ഷെ കൊച്ചിയിലേക്ക് എങ്ങനെ ഈ ലഹരി എത്തുന്നു എന്നുള്ളത് പോലീസും എക്സൈസും പരിശോധിക്കേണ്ട വിഷയമാണ്. പ്രധാനമായും പോലീസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ബംഗളൂരുവിൽ നിന്നും, ഗോവയിൽ നിന്നും, അതല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയാണ് ഈ ലഹരി MDMA അടക്കം എത്തിക്കുന്നതെന്നാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കൊക്കൈൻ ഉൾപ്പെടുന്ന മാരക ലഹരി വസ്തുക്കൾ എത്തിക്കുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഈ ലഹരി പിടിച്ചെടുത്ത DRI തന്നെ തുറന്നു പറഞ്ഞത്. അത് വലിയളവിൽ കോടികൾ വിലമതിക്കുന്ന ലഹരിയുണ്ട്. അതിന് മെക്സിക്കൻ ലഹരി സംഘങ്ങൾ പോലും കേരളത്തെ ഒരു വലിയ മാർക്കറ്റായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ചെറുപ്പക്കാരെ, കുട്ടികളെ ഇവിടെ വളരെ ജാഗ്രതയോടുകൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കാണേണ്ടതാണ്. ഈ ട്രെയിൻ മാർഗം, അതുപോലെ വിമാനമാർഗം, റോഡ് മാർഗമൊക്കെ ഇവിടെ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ ദീർഘദൂര ബസ്സുകളിലായിരുന്നു ലഹരി കടത്തെങ്കിൽ ഇന്ന് പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഈ മോഡലിംഗിന് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരുടെ വാഹനങ്ങളിൽ എത്തിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഈ ദീർഘദൂര ബസ്സിൽ വീണ്ടും ലഹരി കടത്ത് സജീവമായിട്ടുണ്ട്. അതിൽ തന്നെ ഈ അടുത്തിടെ ഈ ദീർഘദൂര ബസ്സുകളിൽ നിന്നും ലഹരി വസ്തുക്കൾ MDMA പിടികൂടിയിരുന്നു, കഞ്ചാവ് പിടികൂടിയിരുന്നു. ഈ രീതിയിലുള്ള പരിശോധനകൾ ഇനി ശക്തമായി തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ലഹരി സംഘങ്ങൾക്ക് ഒരു കൂച്ചുവിലടങ്ങാൻ കഴിയൂ. ടോം ഒന്ന് തുടരുക. TJ വിനോദ് MLA നമുക്കൊപ്പമുണ്ട്. MLA, താങ്കളുടെ മണ്ഡലത്തിലാണ് ഈ കൊച്ചി നഗര മധ്യത്തിലാണ് ഇത്ര സുലഭമായി പൊതുവിടങ്ങളിൽ ലഹരി വിൽപ്പന നടക്കുന്നു എന്ന കാര്യം പറയുന്നത്. നമുക്കറിയാം പൊതുവിടങ്ങളിലൊക്കെ ലഹരിയും മറ്റ് കഞ്ചാവ് പോലെയുള്ള വസ്തുക്കളൊക്കെ വന്നു പോകുന്നുണ്ടാകും. പക്ഷേ ഇത് വളരെ സുലഭമാണ്. നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളുടെ കൺമുമ്പിൽ അവരെ വെട്ടിച്ചുകൊണ്ട് അവർ പ്രത്യേകം പരാമർശിക്കുന്ന ഒരു മോഡൽ, ഒന്ന് മറൈൻ ഡ്രൈവ്, മറ്റൊന്ന് കലൂർ സ്റ്റേഡിയത്തിന് സമീപം. ഇവിടെയൊക്കെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അവർ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒക്കെ വളരെ സുലഭമായി ആർക്കും എപ്പോഴും ലഭ്യമാവുന്ന, ഒരു മുൻപരിചയം പോലും ആവശ്യമില്ലാതെ ലഹരി വിതരണക്കാരിലേക്ക് അടുത്തേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ അത്ര കണ്ട് സുലഭമാണ് എന്നതാണ്. ഇത് താങ്കളുടെ ശ്രദ്ധയിലുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ? അല്ല, തീർച്ചയായും ഇന്ന് കൊച്ചി നഗരത്തിൽ ഒരു മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറുന്നു എന്നുള്ള വിഷയം പല പ്രാവശ്യം നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധയിലും നിയമസഭയ്ക്കകത്തും അതുപോലെ തന്നെ DDC യോഗങ്ങളിലും എല്ലാം നിരന്തരമായി ഉന്നയിക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് മറൈൻ ഡ്രൈവും അതുപോലെ തന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതിന്റെ ലഭ്യത വളരെ സുലഭമാണ് എന്നുള്ള വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാനും അടിയന്തരമായി ഇതിന് ഒരു ഇടപെടൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാം. ഈ കൊച്ചിയിൽ നമുക്കറിയാം, കൊച്ചി എന്ന നഗരം പലരും ജോലിക്ക് വേണ്ടി എത്തും, മറ്റിടപാടുകൾക്ക് വേണ്ടി നഗരത്തിൽ കൊച്ചിയിൽ വന്നു പോകുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത് നമ്മുടെ പൊതുസമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു പ്രതിസന്ധിയായി മാറുകയാണ്. കാരണം പൊതുവിടങ്ങളിൽ പണ്ടൊക്കെ നമുക്കറിയാം ലഹരി ഇടപാടെന്നൊക്കെ പറഞ്ഞാൽ ഏതോ രഹസ്യ കേന്ദ്രത്തിൽ നടക്കുന്ന നീക്കം, അല്ലെങ്കിൽ വളരെ രഹസ്യമായി നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ രംഗത്ത് തന്നെ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്ന് വെളിപ്പെടുത്തുന്ന വ്യക്തി തന്നെ പറയുന്നു ഇതൊക്കെ വളരെ സുലഭമാണ്, ഇത് എവിടെയും കിട്ടും, ഇത് നിങ്ങൾ കരുതുന്ന പോലെയൊന്നുമല്ല കിട്ടുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അത് നമ്മുടെ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മളെ വളരെ ഗുരുതരമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമല്ലേ MLA? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. നമ്മുടെ യുവതലമുറ അറിഞ്ഞോ അറിയാതെ ഇതിലേക്ക് വീണു പോവുകയും അവരുടെ ഗുരുതരമായ ഒരു പ്രതിസന്ധി, ജീവിത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യം ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇതിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ശക്തമായ നടപടി ചെയ്യുക എന്നുള്ളതാണ് കാര്യമായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ ശക്തമായ ഒരു നടപടി പോലീസിന്റെ അവരുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ശക്തികൾ വീണ്ടും നഗരത്തിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ വരികയും അവര് യഥേഷ്ടം വിലസുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഗവൺമെന്റ് തന്നെ ശക്തമായ എല്ലാ രീതിയിലും അവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം. അതിന് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ എല്ലാവിധ സഹായവും MLA, ഒരു കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അതായത് ഇതിൽ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങളൊക്കെ ഇടപെടട്ടെ, അത് സംബന്ധിച്ച് നമുക്ക് വിമർശനമുണ്ട്, അത് നമുക്ക് ഇനിയും ചൂണ്ടിക്കാട്ടാം.
അതിനുമപ്പുറം ഇതിലൊരു സാമൂഹ്യ ഇടപെടൽ കൂടി ആവശ്യമല്ലേ? കാരണം പൊതു ഇടത്ത് ഇത്ര പരസ്യമായി ഇത് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഇത് നടക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു സാമൂഹ്യ ഇടപെടൽ ഒരു പരിധിവരെയെങ്കിലും ഇത് തടയാൻ ഇടവച്ചേക്കാം. അങ്ങനെ ജനപ്രതിനിധികളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ വിവിധ സംഘടനകളുടെ സഹായത്തോടെ അതിന്റെ ബോധവൽക്കരണം, അതിന്റെ പരിശോധന, അവിടുത്തെ കടകയിലുള്ളവർക്ക് നൽകേണ്ട ബോധവൽക്കരണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇക്കാര്യങ്ങളിലേക്ക് കൂടി കൊച്ചിയുടെ പൊതുസമൂഹം ഉയരണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതിൽ താങ്കളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ? തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ജനപ്രതിനിധി എന്നുള്ള ഞങ്ങളുടെ ഇടപെടലുണ്ട്. എക്സൈസും നമ്മുടെ നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രധാന അധ്യാപകരും PTA, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധികള്, നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളുടെ പ്രതിനിധികളുടെ എല്ലാം വെച്ചുകൊണ്ട് ബോധവൽക്കരണ പരിപാടി MLA എന്നുള്ളതിൽ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തു തന്നെ എക്സൈസിന്റെ സഹായത്തോടുകൂടി കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുകയുണ്ടായി. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ കൊണ്ടുവരാൻ കഴിയും. കാരണം ഇത്തരത്തിലുള്ള ശക്തികളെ അമർത്തുക എന്നുള്ളത് പോലീസിന്റെയും അതുപോലെ തന്നെ എക്സൈസിന്റെയും ചുമതലയിൽ തന്നെ കണക്കാക്കാം. പക്ഷെ പൊതുസമൂഹത്തിന് ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു പൊതുവായ നയം ജനപ്രതിനിധികൾ എന്നുള്ളത് ഞങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി അത്തരം ഒരു പ്രവർത്തനം ഈ നഗരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധ്യാപകർ, PTA, അതുപോലെ തന്നെ മദർ PTA, അതുപോലെ നമ്മുടെ നൈബർഹുഡ് ഗ്രൂപ്പുകൾ, അവരെ എക്സൈസിന്റെ എറണാകുളം എക്സൈസ് ഓഫീസിൽ തന്നെ അവർക്കുള്ള കോർപ്പറേറ്റ് ഹാളിൽ അവരുടെ സഹായത്തോടുകൂടി ഒരു ബോധവൽക്കരണ പരിപാടി ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, വളരെ നന്ദി. എന്തായാലും MLA താങ്കളുടെ അത്തരം ഒരു പ്രതികരണത്തിന് നന്ദി. ഇടപെടൽ ഉണ്ടാവട്ടെ. നമുക്ക് ഇത് അമർച്ച ചെയ്യണം. അതൊരു പൊതു ഉത്തരവാദിത്തമാണ്, സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അത് നമുക്ക് നിർവഹിക്കാം. ഒരു പവർ ബ്രേക്ക്, വേഗത്തിൽ തിരിച്ചു വരാം. പാലക്കാട് ഇപ്പോഴും മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഇപ്പോഴും മഴ തുടരുകയാണ്. അല്പസമയം മുമ്പ് ഒരു ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ ഇന്നലെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിലേക്കുള്ള യാത്ര നിയന്ത്രണമുണ്ട്. വൈകുന്നേരം 6 മണിക്കും രാവിലെ 6-നും ഇടയിൽ പരമാവധി യാത്രകൾ, ഈ മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടി വൈദ്യുതി ലൈനിലും മറ്റും വീണ് പലയിടത്തും കറണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഈ അട്ടപ്പാടി ഭാഗങ്ങളിലെല്ലാം അൽക്കാബോണി എന്ന മോഡൽ അവർ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. കൊച്ചി എന്ന നഗരം എത്ര കണ്ട് ലഹരി മരുന്നുകളുടെ പിടിയിൽ അമർന്നു എന്ന നേർചിത്രമാണ് അവർ തുറന്നു പറയുന്നത്. താൻ ലഹരി ഉപയോഗിക്കുന്നു, അതിനുമപ്പുറം കൊച്ചി എത്ര കണ്ട് സുലഭമായി ഇത് പൊതുവിടങ്ങളിൽ ലഹരി കിട്ടുന്നു എന്ന കാര്യം കൂടിയാണ് അവർ പറയുന്നത്. ഒപ്പം മോഡലിംഗ് രംഗത്ത് നടക്കുന്ന ചില ഇടപാടുകളെക്കുറിച്ചും അവർ തുറന്നു പറയുന്നുണ്ട്. മോഡലിംഗ് രംഗത്ത് ലഹരി ഇടപാടില്ലെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ചില അനഭലഷണീയ പ്രവണതകൾ മോഡലിംഗ് രംഗത്തുണ്ട്. അതും ഈ അൽക്കാബോണി തുറന്നു പറയുന്നു. ഒരിക്കൽ കൂടി നമുക്ക് അൽക്കാബോണിയുടെ വാക്കുകൾ കേൾക്കാം. ഞാനിപ്പോ കാക്കനാട് ജയിലിലായിരുന്നു. അവിടെ 4 സെല്ല് വെച്ചു. എന്താണ് അന്നത്തെ കൊച്ചി നഗരത്തിലെ ആ ലഹരി കേസ് സംഭവിച്ചത്? അൽക്കാബോണി തന്നെ ഇപ്പോൾ ന്യൂസ് 8-നൊപ്പം ചേരുന്നുണ്ട്. അൽക്കാബോണിക്ക് ഈ ലഹരി ഇടപാടുണ്ടോ? ഇല്ല. അന്ന് നിങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നും ലഹരി പിടിച്ചിരുന്നു. യൂസ് ചെയ്യാറ് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ പാർട്ടി വൈബ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പൊ ബർത്ത്ഡേക്ക് വേണ്ടി മെയ് 18-നാണ് ബർത്ത്ഡേ. മെയ് 18-നാണ് ബർത്ത്ഡേ. അപ്പൊ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് ആരെങ്കിലും ചില സർപ്രൈസ് വരാൻ വേണ്ടിയോ എന്തെങ്കിലും വെച്ചതായിരിക്കും. റൂമിനകത്തുള്ള കാര്യം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ആ സമയത്ത് വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ബിക്കോസ് മെയ് 18 ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഓഫനേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു പ്ലാനിങ് നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. കൊക്കൈനാണ് പിടിച്ചെടുത്തത്. അതെ. അത് ആരുടെ ബാഗിൽ നിന്ന് പിടിച്ചത്? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബാഗിൽ നിന്ന് പിടിച്ചത്. അത് എന്തിനാ അവിടെ കൊക്കൈൻ എത്തിച്ചത്? നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? ആക്ച്വലി അതിനകത്ത് ആകെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എങ്ങാണ്ട് അവർ പിടിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും യൂസ് ചെയ്യാൻ വെച്ചതായിരിക്കുള്ളൂ. ആർക്ക്? ഈ സുഹൃത്തിനോട് പറഞ്ഞിട്ടില്ല ഈ സാധനം എന്റെ കയ്യിലുള്ള അവന്റെ കയ്യിലുള്ള കാര്യം. അവൻ എനിക്ക് തോന്നുന്നത് മേ ബി റൈറ്റ് 12 മണിക്ക് വേണ്ടി വെച്ചതായിരിക്കും. നിങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല? ഒരിക്കലും അല്ല. അല്ല, ഇത് പോലീസ് നിങ്ങൾക്ക് 6 പേർക്കെതിരെ കേസ് ചുമത്തി റിമാൻഡിലായി. പിന്നീട് 20 ദിവസത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതെ. ഇത് കോടതിയിൽ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നോ?
അങ്ങനെയാണ് ജാമ്യം കിട്ടിയത്. അതെ. പക്ഷേ പോലീസ് പറഞ്ഞത് അൽക്കാബോണിയാണ് ഈ ലഹരി ഇടപാടിലെ പ്രധാനി എന്ന് പറഞ്ഞു. എന്റെ അറിവിലേക്കൊന്നും അറിയില്ല. ഇതൊക്കെ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ലഹരി വിൽപ്പനയുണ്ടോ? ഇല്ല. ലഹരി ഉപയോഗിക്കാറുണ്ടാകും? വല്ലപ്പോഴും ഇടയ്ക്ക് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴും നിർത്തി. എന്നും ഈ കേസിന് ശേഷം? അല്ല, കേസിന് മുന്നേ കുറച്ചാൾ നിർത്തിയായിരുന്നു, ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ. ബട്ട് അപ്പോഴേക്കും ഇതിനകത്തിട്ടു. പിന്നെ ഇപ്പൊ അങ്ങനെ പറയാലോ. കൂടെ പിടിച്ച എല്ലാവരുടെയും കാര്യം ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും ഞങ്ങൾ 6 പേരും യൂസ് ചെയ്യും. ബട്ട് ഇതുവരെ സെയിലിന്റെ കാര്യം ചെയ്തിട്ടില്ല. മോഡലിംഗിന്റെ മറവിലൊക്കെ ഈ ലഹരി ഇടപാടുകൾ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെയുള്ളതാണോ? ഒരിക്കലും. എത്ര വർഷമായിട്ട് അൽക്കാബോണി? ചിലപ്പോ ചില മോഡൽസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ബട്ട് ആരും സെയിൽ ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല. ബിക്കോസ് ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിക്കോ. ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഇതുവരെ ഒരു ഓഫർ പോലും മോഡലിന്റെ വന്നിട്ടില്ല. എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡ്രഗ്? ഞാൻ കഴിഞ്ഞ ഒരു 3 years ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ മോഡലിംഗ് ഇറങ്ങിയിട്ട് 6 വർഷമായി. 3 വർഷമായിട്ട് ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ? സാധാരണ MDMA. അത് അതിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഭയങ്കര ആക്റ്റീവ് അതൊക്കെ ആയിരിക്കും. ബട്ട് അത് കഴിഞ്ഞ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് എന്തുണ്ടായിരുന്നു ഒരു ഓർമ്മ ഉണ്ടാവില്ല. മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ എന്താ പറയാ, നമുക്ക് നോ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബോഡിയാണ്, അവർ നമ്മളെ ടച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് തീരുമാനിക്കേണ്ടത്. അല്ല ആരും വന്ന് പിടിച്ചു പറിക്കും അങ്ങനത്തെ സ്കീമൊന്നും മോഡലിംഗിലില്ല. അഫ്കോഴ്സ് ഇപ്പൊ അങ്ങനെ ആരെങ്കിലും വന്ന് അവരോട് പെമ്പിളയോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിന് ഓപ്ഷൻ ഉണ്ട് നോ പറയാനായിട്ടുള്ളത്. യെസ്, അതാണ് സാഹചര്യം. മുരുകൻ തെരുവോരം കൊച്ചിയിലെ പൊതുപ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ മുരുകൻ തെരുവോരം, താങ്കൾ സമൂഹതലത്തിൽ നിരവധി ഇടപെടൽ നടത്തുന്നയാളാണ്. കൊച്ചിയിലെ നിരവധി ഇടങ്ങളിൽ താങ്കളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. ഞങ്ങൾ താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കൊച്ചിയിൽ പൊതുവിടങ്ങളിൽ നടക്കുന്ന പരസ്യമായ ലഹരി ഇടപാടുകളാണ്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം, താങ്കൾക്കും പരിചിതമാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു പ്രമുഖ മോഡൽ, അവർ ലഹരി ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ്. മുമ്പ് ഒരു ലഹരി കേസിൽ പെട്ട് അതിൻ്റെ നിയമ നടപടികൾ ഇപ്പോഴും നേരിടുന്നയാളാണ്. അൽക്കാബോണി അവർ തന്നെ പറയുന്നു ഇത് പരസ്യമാണ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവ്, ഒപ്പം കലൂരിലെ സ്റ്റേഡിയത്തിന് സമീപം, ഇങ്ങനെയുള്ള 1-2 ഇടങ്ങൾ അവർ പരാമർശിച്ചു എന്ന് മാത്രം. പക്ഷേ പൊതുവിടങ്ങളിലെല്ലാം വളരെ സുലഭമായി പോലീസിന്റെ പരിശോധനകൾക്കിടയിലും ഇതാർക്കും എപ്പോഴും ലഭ്യമാവുന്ന ഒന്നായി ഈ ലഹരി മാറുന്നു. അത് വെറും കഞ്ചാവ് പോലെ ഉള്ള നമ്മൾ മുമ്പ് കേട്ടിരുന്ന ലഹരിയല്ല. ഇത് MDMA പോലെ, കൊക്കൈൻ പോലെയുള്ള മാരകമായി മനുഷ്യജീവനെ അങ്ങേയറ്റം ബാധിക്കുന്ന ലഹരി ഇടപാടുകൾ നടക്കുന്നു എന്നതാണ്. ഒന്ന്, താങ്കളുടെ ശ്രദ്ധയിൽ ഇതുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ഇടപെടലാണ്, സാമൂഹിക ഇടപെടലാണ് ഇക്കാര്യത്തിൽ കൊച്ചിയിൽ നടത്തേണ്ടത്? അതായത് നമ്മുടെ ലഹരി എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമൊക്കെ നമ്മളൊക്കെ ഇപ്പൊ ഏകദേശം ഒരു 90കളില് കഴിഞ്ഞാല് 1990 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊക്കെ നമ്മൾ കഴിഞ്ഞാൽ ഇപ്പൊ 2000, 2010, 2024 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഇപ്പൊ കഞ്ചാവായിരുന്നു നമ്മൾ കൂടുതൽ കൊച്ചി നഗരത്തിൽ ഇങ്ങനെ ആളുകൾ ഉപയോഗിക്കുന്നതായി കണ്ടിരുന്നത്. പിന്നീട് അത് വേറെ തരത്തിലേക്ക് മാറി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ന്യൂജൻ തലത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകൾ കൂടുതലും ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് ഇതിന്റെ ഈ ഉപയോഗം കൂടിയിരിക്കുകയാണ്. പ്രധാനമായി പറയുകയാണെങ്കിൽ കൊച്ചി നഗരം എന്ന് പറയുന്നത് കൊച്ചി നിവാസികളല്ല ഇവിടെ കൂടുതലുള്ളത്. കൂടുതലും ഈ പുറത്ത് മറ്റു ജില്ലകളിൽ നിന്നും അല്ലെങ്കിൽ പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നു വരുന്ന പെൺകുട്ടികളെയാണ് കൂടുതലും ഇതൊന്നല്ലെങ്കിൽ ഇത് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ ഇത് കടത്തിക്കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് വഴി ഇവിടെ എത്തിക്കുന്നതിനോ ട്രെയിൻ മാർഗം എത്തിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. ഇത്തരത്തിൽ ലഹരി കൊടുത്ത് പീഡിപ്പിച്ച് പീഡനത്തിന് ഇരയായി കുഞ്ഞുങ്ങൾ വരെ ആയ സമയത്ത് ഇങ്ങനെ പീഡനത്തിനിരയായ നിരവധി ഗർഭിണി സ്ത്രീകളെ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് ഇവര് ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞ ഇവര് ആദ്യം ഈ ലഹരിയൊക്കെ കൊടുത്ത് മുരുകൻ, താങ്കളൊന്ന് തുടരുക. മന്ത്രി, താങ്കളിലേക്ക് തിരികെ വരാം. എക്സൈസ് മന്ത്രി തന്നെ നമുക്കൊപ്പമുണ്ട്, MP രാജേഷ്. മന്ത്രി, ഞങ്ങളൊരു അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കൊച്ചിയിൽ ലഹരി ഇടപാടെന്ന് പറയുന്നത് അത് അങ്ങേറ്റം പരസ്യമാകുന്നു, പൊതുവിടങ്ങളിൽ അങ്ങേറ്റം സുലഭമായ രീതിയിൽ നടക്കുന്നു എന്നാണ്. കൊച്ചിയിലെ ഒരു മോഡലാണ് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. ഇതിൽ നമ്മുടെ എക്സൈസ് സംവിധാനങ്ങൾക്ക് ഏതു തരത്തിലുള്ള ഇടപെടലാണ് നടത്താനാവുക? ഞാനതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോ ഇതനുസരിച്ച് അത് അന്വേഷിക്കാൻ എക്സൈസ് കമ്മീഷണറോട് നിർദ്ദേശിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഏത് കാര്യവും ശ്രദ്ധയിൽ വരുമ്പോൾ ശക്തമായിട്ടുള്ള നടപടികൾ എക്സൈസ് സ്വീകരിക്കാറുണ്ട്. മാത്രമല്ല, എക്സൈസ് ഒരു ഡെഡിക്കേറ്റഡ് വാട്സാപ്പ് നമ്പർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും, ഏതൊരാൾക്കും സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആരാണ് ഇക്കാര്യം പറയുന്നത്, ഇതിലേക്ക് വിവരങ്ങൾ അയക്കുന്നത് എന്ന്
അറിയില്ല. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അറിയാത്ത തരത്തിൽ തന്നെ, ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത തരത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സംവിധാനമുണ്ട്. ധാരാളം വിവരങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതിന്റെ മുകളിലെല്ലാം എക്സൈസ് നടപടിയും സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പരിശോധിക്കാനും അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനും. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, നമ്മുടെ നഗരങ്ങൾക്കൊരു പൊതു പ്രത്യേകതയുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളവർ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ വന്നു പോകുന്ന ഇടമാണ്. അപ്പം നമ്മുടെ കൊച്ചിയിൽ അടുത്ത കാലത്തായി ഒരു മോശം പ്രവണത, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും സിറ്റികളിൽ ഇത്തരത്തിൽ ലഹരി ഇടപാടുമായി മറ്റ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു മോശം പ്രവണത വർദ്ധിച്ചു വരുന്നത് അങ്ങനെ ശ്രദ്ധയിലുണ്ടോ? അങ്ങനെയെങ്കിൽ എന്ത് നടപടി നമുക്ക് എടുക്കാൻ കഴിയും? പൊതുവിൽ നമ്മള് ഈ ലഹരി, പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരിക്കെതിരായിട്ടുള്ള നടപടികൾ ശക്തമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ ഫലപ്രദമായി തന്നെ അത്തരം നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഈ ആപത്ത് കുറച്ച് ഗൗരവമുള്ളതാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഇതിന്റെ ഉറവിടം തേടി തന്നെ കേരളത്തിലെ എക്സൈസ് പോയിട്ടുണ്ട്. അന്തമാനിൽ ആദ്യമായിട്ട് ഇതിന്റെ ഉറവിടം തേടി എത്തിയ സേന കേരള എക്സൈസ് ആയിരുന്നു. നമ്മൾ അറസ്റ്റ് ചെയ്ത 2 പ്രതികളെ തുമ്പ് പിടിച്ചുകൊണ്ടാണ് അണ്ടമാൻ വരെ പോയതും 150 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് അവിടെ ബങ്കറുകളിൽ സൂക്ഷിച്ചത്, നശിപ്പിച്ചത് കേരള എക്സൈസ് ഉദ്യോഗസ്ഥർ കൂടി പോയിട്ടാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിലെ ഏജൻസികളുമായി ഏകോപിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ശക്തമായ നടപടികൾ എടുക്കും. പക്ഷേ ഈ കോവിഡ് കാലത്തുണ്ടായ മദ്യനിരോധനം അത് കൂടുതൽ മയക്കുമരുന്നിലേക്ക് ആളുകൾക്ക് കടക്കുന്നതിന് ഒരു പ്രവണത ഉണ്ടാക്കിയെന്നും അത് പിന്നീട് കോവിഡ് കാലത്തിന് ശേഷവും ആ പ്രവണത വർദ്ധിച്ചു വരുന്നതായും ചില നിരീക്ഷണങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും പഠനങ്ങൾ എക്സൈസിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അത്തരം പഠനങ്ങളൊന്നും ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇല്ല, അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കണക്കുകൾ വല്ലതും നമുക്ക് ലഭ്യമാണോ? അങ്ങനെ ഇപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇത് വർദ്ധിച്ചതായി? അല്ല, ഇപ്പൊ എന്റെ കയ്യിൽ അത്തരം വിവരങ്ങൾ ലഭ്യമല്ല. ഓക്കെ മിനിസ്റ്റർ, ഒരു കാര്യം കൂടി ഒരു വേഗത്തിൽ വിടാം. അങ്ങനെ അതായത് ഈ കൊച്ചിയുടെ പൊതുവിടങ്ങളിൽ ഇതിങ്ങനെ പരസ്യമായി കിട്ടുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ എക്സൈസ് പോലീസ് സംവിധാനങ്ങൾക്കും അപ്പുറം ഒരു സാമൂഹ്യ ഇടപെടൽ വർദ്ധിച്ചാൽ മാത്രമല്ലേ നമുക്കിതുകൂടി പരിഹരിക്കാൻ കഴിയുന്നു. അതിൽ ജനപ്രതിനിധികളുടെ കൂട്ടായ്മ ഉണ്ടാവണം, സംഘടനകളുടെ കൂട്ടായ്മ ഉണ്ടാവണം, മറ്റ് സാമൂഹ്യ ഇടപെടലുകളും ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതല്ലേ? നമ്മളൊരു സാമൂഹിക ഇടപെടൽ വളരെ പ്രധാനമാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെ, ഒപ്പം സ്കൂൾ തലം വരെയും ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി തന്നെ ആണ് അതിന്റെ അധ്യക്ഷൻ. ജില്ലാ തലത്തിലുണ്ട്, തദ്ദേശ സ്ഥാപന തലത്തിലുണ്ട്, ഓരോ വാർഡ് തലത്തിലുമുണ്ട്, അതോടൊപ്പം ഓരോ വിദ്യാലയ തലത്തിലുമുണ്ട്. അധ്യാപകർ, PTA ഇവരെല്ലാം അംഗങ്ങളായിട്ട് അത് കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാലയ തലത്തിൽ ഈ നിരീക്ഷണമൊക്കെ ശക്തിപ്പെടുത്തിയതുകൊണ്ട് ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്, നടപടികൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് NDPS കേസുകളുടെ കണ്ടെടുക്കുന്നതിന്റെ എണ്ണവും അറസ്റ്റിന്റെ എണ്ണവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാറ്റം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്തരം ജനങ്ങളിൽ നിന്ന് കൂടുതൽ വിവരം ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ അത് സാമൂഹിക ഇടപെടൽ കൊണ്ടുകൂടി മാത്രമേ ഇതിനെ നേരിടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു വാട്സാപ്പ് നമ്പറൊക്കെ ലഭ്യമാക്കിയിട്ടുള്ളത്. ആർക്കും ഭയം കൂടാതെ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ ഇത്തരം വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനം ഒരുക്കിയിട്ട് അത് കൂടുതൽ ആളുകൾ ഉപയോഗിക്കണം. തീർച്ചയായും വളരെ നന്ദി മന്ത്രി ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചതിന്. എന്തായാലും വളരെ വിശദമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പുകൂടിയാണ് എക്സൈസ് മന്ത്രി പങ്കുവയ്ക്കുന്നത്. ഒപ്പം എക്സൈസിൽ ഇത് സാമൂഹിക ഇടപെടലിന്റെ ആവശ്യകത കൂടി മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ടോം തുടരുന്നുണ്ട്. ടോം, ഒരു കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി, ഇതിലൊരു സാമൂഹിക ഇടപെടൽ ആവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കൊച്ചിയിൽ ഒരു പുതിയ പ്രവണതയായി ഇത് വളർന്നു വരുന്നു എന്നത് ഒരു സത്യമാണ്. നമ്മുടെ മുന്നിൽ അത് വസ്തുതയുണ്ട്. എനിക്ക് തോന്നുന്നു ടോം, കഴിഞ്ഞ കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പല വാർത്തകളും അത് ഏറ്റവും ഒടുവിലത്തേത് മാത്രമാണ് അൽക്കാബോണി എന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ മാഫിയ ലഹരി ഇടപാടുകൾ കൊച്ചിയിൽ ഇത്ര കണ്ട് സജീവമാകുന്നു എന്നത് കഴിഞ്ഞകാല റിപ്പോർട്ടുകൾ തെളിവായി നമുക്ക് മുന്നിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഒരു സാമൂഹിക ഇടപെടൽ ഉണ്ടാവണം. 2, നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ, പോലീസ് സംവിധാനങ്ങളുടെ, എക്സൈസ് സംവിധാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാവണം. ഇത് കാലങ്ങളായി ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഇടപാട് കേസുകളിൽ നമ്മുടെ അധികാര സംവിധാനങ്ങൾ അങ്ങനെ ഒരു പരിഷ്കാരം വരുത്തിയുള്ള ഇടപെടൽ പിന്നീട് നടത്തിയിട്ടുണ്ടോ? ജനപ്രതിനിധികളുടെ അത്രകണ്ട് ശ്രദ്ധയിലേക്ക്, ഒരു സജീവ ശ്രദ്ധയിലേക്കും അവരുടെ മുഖ്യ അജണ്ടയിലും ഈ വിഷയം ഉൾപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ടോ സജിത്ത്, ഇനി ഇപ്പോഴും നമ്മുടെ എക്സൈസ് നിയമത്തിലടക്കം ചില മാറ്റങ്ങൾ വരേണ്ടതാണ്. കാരണം ചെറിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ
അതിൽ ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലഹരി സംഘങ്ങൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ലഹരിയാണ് പലപ്പോഴും കൈവശം കൊണ്ടു നടക്കുന്നത്, വിൽപ്പനയ്ക്ക് പോലും കൊണ്ടു നടക്കുന്നത്. പക്ഷെ വലിയ അളവിലുള്ള ലഹരി എത്തിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള തന്ത്രങ്ങൾ ഇവർ ആവിഷ്കരിക്കുന്നുണ്ട്. അതിനായി പെൺകുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നു. വലിയ പല വാഹനങ്ങൾ, അതായത് ദീർഘദൂര വാഹനങ്ങൾ മാത്രമല്ല, മറ്റു ചില ആംബുലൻസുകൾ പോലും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന ചില വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷെ അതൊക്കെ നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. കാരണം അതൊക്കെ പരിശോധിക്കാൻ ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് എങ്ങനെ ഇടപെടൽ നടത്താൻ കഴിയുമെന്നത് കാര്യം വിശദമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. അതോടൊപ്പം ഈ നേരത്തെ എക്സൈസ് മന്ത്രി പറഞ്ഞു ഈ ലഹരി വസ്തുക്കൾ പിടികൂടുന്ന കേസുകളുടെ എണ്ണം വർദ്ധിച്ചുവെന്ന്. പക്ഷേ അതൊരു വസ്തുതയാണ്. മന്ത്രി പറഞ്ഞതുപോലെ കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ 10 മടങ്ങാണ് ഈ ലഹരി ഇടപാടുകൾ കേരളത്തിൽ നടക്കുന്നത്, കേരളത്തിലേക്ക് ലഹരി എത്തുന്നത്. കേരളത്തിലെ യുവാക്കൾ നേരത്തെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഈ ലഹരി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇത് വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ലഹരി കേസുകൾ, അതായത് പിടികൂടുന്ന ലഹരി കേസുകളുടെ എണ്ണം വളരെ ചെറുത് മാത്രമാണ്. അതിൽ പല വെല്ലുവിളികളുണ്ട്. ഒന്ന്, എക്സൈസ് ഈ ലഹരി സംഘങ്ങളെ പിടികൂടുമ്പോൾ എക്സൈസിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം, പോലീസിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം, വേണ്ടത്ര സേനാ സംവിധാനങ്ങൾ ഇല്ലാത്തത്. അതായത് ഈ എക്സൈസ് സേനയുടെ എണ്ണം വർദ്ധിപ്പിക്കണം. മാത്രമല്ല ഈ എക്സൈസ് സ്റ്റേഷനുകളുടെ എണ്ണമൊക്കെ വർദ്ധിപ്പിക്കേണ്ടത്. ചില പോക്കറ്റ്, ചില പ്രാദേശിക മേഖലകളിൽ പോലും ഈ എക്സൈസ് സ്റ്റേഷനുകൾ, എക്സൈസ് ഓഫീസുകൾ നിലവിൽ വരേണ്ടതാണ്. ഇപ്പോൾ പോലും പല എക്സൈസ് ഡിവിഷനുകളുടെ എണ്ണം ഒക്കെ വളരെ ചുരുക്കമാണ്. ഇപ്പോഴും വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്ന എക്സൈസ് അംഗങ്ങളുടെ, എക്സൈസ് സേനാ അംഗങ്ങളുടെ എണ്ണം, അതിൽ നിന്നും വലിയ മാറ്റം വന്നിട്ടില്ല. പോലീസ് പോലും വലിയ വെല്ലുവിളികൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്. എക്സൈസ് നേരെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് പ്രത്യാക്രമണം നടത്താനോ അവരെ പിടികൂടാനുള്ള സംവിധാനം, അതിനുവേണ്ടിയുള്ള നിയമപരിരക്ഷ പോലും ഇവർക്ക് ഇല്ലാത്തത് വലിയൊരു വെല്ലുവിളിയാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പോലീസിന്റെ, നമ്മുടെ നിയമ സംവിധാനത്തിലടക്കം ഇന്ത്യയിലെ പീനൽ കോഡിലൊക്കെ മാറ്റം വന്നപ്പോഴും പക്ഷേ എക്സൈസിന്റെ നമ്മുടെ നിയമ സംവിധാനത്തില്, നിയമവ്യവസ്ഥയിലടക്കം മാറ്റം വരേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ. ചെറിയ അളവിലുള്ള ലഹരി പിടിച്ചെടുത്താൽ പോലും അവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തണം. അതായത് നേരത്തെ അൽക്കോബോണി ചോദിച്ചു, ഞങ്ങളിന്നും വളരെ ചെറിയൊരു അളവിലുള്ള കൊക്കൈനല്ലേ പിടികൂടിയത്, ഉപയോഗിക്കാൻ വേണ്ടി വന്ന കൊക്കൈനാണ്. അതായത് ഉപയോഗിക്കാൻ വേണ്ടി കൊക്കൈൻ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ കൈവശം വെച്ചാലും ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. ആ രീതിയിൽ നമ്മുടെ നിയമങ്ങളിൽ ഒരു കാലാനുസൃതമായ മാറ്റം അനിവാര്യമാണ്. സജിത്ത്. യെസ്, അതാണ് ടോം സൂചിപ്പിക്കുന്നത് പോലെ ഇതിൽ നിയമത്തിലും അനിവാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇത് ശക്തിപ്പെടുകയുള്ളൂ എന്നതാണ്. കേസുകളുടെ എണ്ണം കൂടുതലുണ്ടാവാം, പക്ഷേ അതിലും എത്രയോ ഇരട്ടിയാണ് കൊച്ചിയിൽ നടക്കുന്ന ലഹരി ഇടപാടുകൾ എന്നതാണ് വസ്തുത. ഒരു കാര്യം കൂടി, പൊതു ഇടങ്ങളിൽ കൊച്ചിയിൽ ഇത് വ്യാപകമാണ് എന്ന കാര്യം വെളിപ്പെടുത്തിയത് അൽക്കാബോണി എന്ന മോഡലാണ്. അവരടക്കം ഈ മേഖലയിൽ ഇടപെടുന്നവർക്ക് ഉണ്ടായ അനുഭവമാണ് അവർ തുറന്നു പറയുന്നത്. ഒരിക്കൽ കൂടി അൽക്കാബോണിയുടെ വാക്കുകൾ. കൊച്ചിയിൽ മോഡലിംഗ് മോശം ഞാൻ പറയില്ല, പക്ഷെ കൊച്ചിയിൽ ഡ്രഗ്സ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ഇത് ബാംഗ്ലൂരേക്കാളും. അതെ, അതെന്താ കാര്യം? സത്യം ഞാൻ പറയുക. ബിക്കോസ് കൊച്ചിയിൽ എല്ലാവരും, ഇപ്പൊ ഞാൻ പറയാം, മെറാൻ ട്രാവലിൽ പോയിക്കോ, ചുമ്മാ പോയിട്ട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാവും. കൊച്ചിയിൽ വ്യാപകമാണ് ലഹരി. അതെ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഡ്രഗ് കിട്ടുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ വാങ്ങിക്കുന്നത്. നിങ്ങൾ ആരുടെ? അങ്ങനെയൊക്കെ ലൈക്ക് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല യൂസ് ചെയ്താണെന്നൊക്കെ. നൈസർ പോയി ചോദിക്കണം എന്താ. അങ്ങനെ സ്ഥിരം തരുന്ന ഒരു റാക്കറ്റ് ഉണ്ടോ? സ്ഥിരമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് എടുക്കില്ല. നിങ്ങൾ വാങ്ങില്ല? അതുകൊണ്ട് പോലീസ് ലോട്ട്സ് ഓഫ് പീപ്പിൾ. നമുക്കിങ്ങനെ ഡെയിലി വേണമെന്നില്ലല്ലോ. വല്ലപ്പോഴും വരുമ്പോൾ നോക്കുക, ശരി നോക്കട്ടെ. എവിടെയൊക്കെയാ കൊച്ചിയിൽ, എവിടെയൊക്കെയാ ഈ ഡ്രഗിന്റെ ഇടപാടുകളുള്ളത്? മറൈൻ ഡ്രൈവിലുണ്ട്, പിന്നെ എവിടെയൊക്കെയാ ഉള്ളത്? അങ്ങനത്തെ പബ്ലിക് പ്ലേസസിൽ മിക്കയിടത്തുണ്ട്. പരസ്യമായിട്ട് വിൽക്കുന്നുണ്ട്. അതെ, അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന ന്യൂസിൽ പറയുന്നതൊക്കെ കേട്ടുപോയി ചിരി വരുന്നത് അങ്ങനൊന്നും അല്ല. ലോഡ്ജിലോ അവിടെയൊന്നും അല്ല, ഒരിക്കലും അല്ല. യെസ്, പരസ്യമായി പൊതുവിപണിയിൽ കിട്ടാനുണ്ട്. ബോയ്സ് പോക്കറ്റ് നിറയെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ഒരുപാട് സ്റ്റേഡിയം പോലത്തെ ചോദിച്ചു കൊടുക്കുവോ, 0.5 വേണം വേണം വേണം. കൊച്ചി നെഹ്റു സ്റ്റേഡിയം? യെസ്, കലൂർ സ്റ്റേഡിയം. എന്ത് MDMA വേണോന്ന്? യാ. അവിടെ പോലീസും പരിശോധന ഒന്നുമില്ല? പോലീസും പരിശോധന ഇല്ലെന്നല്ല, they are very vigilant, they are very cunning, the boys. അവരിങ്ങനെ നോക്കും, പോലീസ് എല്ലാ സമയം നോക്കി നൈസായിട്ട് വേടോ 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 പോകും. പ്രധാനമായിട്ട് ഈ സിന്തറ്റിക് ഡ്രഗ് ആണ് കൂടുതലും മെയിൻലി പോകുന്നത്. നിങ്ങളുടെ ഈ സുഹൃത്തുണ്ടല്ലോ, അന്ന് പിടിയിലായി അൽക്കാബോണിനെ പിടിച്ച ഫ്ലാറ്റിൽ കൊണ്ടുവച്ച ഡ്രഗ് കൊക്കൈൻ കൊണ്ടുവച്ച സുഹൃത്ത്, പുള്ളിക്ക് ഈ വിൽപ്പന ഉണ്ടോ അറിയാവോ? ഇല്ല, പുള്ളി ഉപയോഗിക്കാൻ കൊണ്ടുവന്നാണ്. എവിടെ നിന്നായിരിക്കും കിട്ടിയത്? അതെനിക്കറിയില്ല.
ഈ അൽക്കാബോണിക്ക് നിങ്ങളുടെ പെൺസുഹൃത്തുക്കളുണ്ടോ അതോ ഉണ്ട്, അവരുപയോഗിക്കും? ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, രണ്ടുമുണ്ട്. യെസ്, ഇതാണ് അൽക്കാബോണി എന്ന മോഡലിന്റെ വെളിപ്പെടുത്തൽ. എത്ര കണ്ട് രൂക്ഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ ലഹരി ഇടപാടുകൾ എന്നതാണ് അവർ തുറന്നു പറയുന്നത്. കൊച്ചി എന്ന വ്യവസായ നഗരം എത്ര കണ്ട് ലഹരി മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു എന്നതാണ്. നമ്മുടെ അധികാര കേന്ദ്രങ്ങൾക്ക്, സർക്കാർ സംവിധാനങ്ങളുടെ ശ്രദ്ധ സജീവമായി ഉണ്ടാവേണ്ടതാണ്. ഇത് അവിടെയും ഒതുങ്ങേണ്ടതല്ല. ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമായി എല്ലാവരും ഏറ്റെടുത്താൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറയെ കാർന്നു തെളിയുന്ന ഈ ലഹരിയിൽ നിന്നും പിടിവിട്ടു പോവാൻ നമ്മുടെ തലമുറയ്ക്ക് ശക്തി പകരാൻ നമുക്ക് കഴിയുള്ളൂ. അത്തരം ഇടപെടലാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. ടോമാണ് വിശദമായി ഈ അൽക്കാബോണിയുമായുള്ള അഭിമുഖം പ്രേക്ഷകരിലെത്തിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്